നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രായപൂർത്തിയാകാത്തവരെ അല്ലാത്ത കുറച്ച് പേരെയൊക്കെ കൂടെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്തു, അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതികളിങ്ങനെ കുറച്ച് 2 ദിവസമായിട്ട് കേൾക്കുന്നു. സത്യത്തിൽ ഈ കൗൺസിലിംഗ് നടത്തുന്നതിന് മുമ്പേ ഈ പെൺകുട്ടികൾ കള്ളം പറയുന്ന അസുഖമുള്ളവരാണെന്നൊന്ന് പരിശോധിച്ചിട്ട് വേണം കൗൺസിലിംഗ് നടത്താൻ. അല്ലെ വല്ല പിള്ളേരുമൊക്കെ ഇതുപോലെ കുടുങ്ങിപ്പോത്തില്ലേ, വല്ലവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ് പിള്ളേരുടെയൊക്കെ പേര് പറഞ്ഞ് കുടുങ്ങിപ്പോത്തില്ലേ. പണ്ട് കുറച്ച് നാൾ മുമ്പെങ്ങാണ്ട് ഇതുപോലൊരു വേറൊരു വിഷയമുണ്ട്. ഒരു പയ്യൻ ഒരു കൊല്ലം കണ്ട് ജയിലിൽ കിടന്നിട്ടാണ് സത്യാവസ്ഥ മനസ്സിലായ ദിവസം അവസാനം പുറത്തിറങ്ങി വന്നൊരു കഥ കുറച്ച് നാൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അടുത്തിടയ്ക്ക് വേറെ ഒരു കഥ കേട്ടായിരുന്നു. പിന്നെ കാമുകനുമായിട്ടുള്ള ഇടപെടൽ വിഘാതമായിട്ടിരിക്കുന്ന ഒരു അമ്മാവനെ കുടുക്കിയ കഥയും നമുക്കറിയാം. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരം പറയുന്ന സ്വഭാവമുള്ളവരാണ് ആദ്യം കൗൺസിൽ ചെയ്ത് അവരെ, ആ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യുന്നവർ ആദ്യം കള്ളം പറയുന്നവളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ബാക്കി ചോദിക്കാൻ. ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഇതുപോലെ വൈരാഗ്യമുള്ള പാവം പിടിച്ച പിള്ളേരെയൊക്കെ പേരൊക്കെ പറഞ്ഞാലേ നിരപരാധിയായിട്ടുള്ള പിള്ളേരൊക്കെ ബുദ്ധിമുട്ടാവത്തില്ലേ. അതുകൊണ്ടത് അങ്ങനെ ഈ പെൺകുട്ടികളെ കൗൺസിലിംഗ് നടക്കുന്നവർ ആദ്യം ഇങ്ങനെ കള്ളം പറയുന്നതാണെന്ന് കൗൺസിലിംഗ് കൂടെ മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ അവർ പറയുന്നത് അതുപോലെ കേട്ടങ്ങ് കൗൺസിലിംഗ് നടത്തില്ല. ആദ്യം പെൺകുട്ടികളുടെ സ്വഭാവം കൂടെ കൗൺസിൽ ചെയ്യണം, കള്ളം പറയുന്നവളാകുമെന്ന്. ഇല്ലേ ഒത്തിരി പിള്ളേർ ഇങ്ങനെ പെട്ടുപോകും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.